പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹിക്കുന്ന ഈശോയുടെ സന്നിധിയിൽ നമുക്കൊരിക്കൽ കൂടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധനയും സ്തുതിയും അർപ്പിക്കാം. ഈ ദിവസം മുഴുവൻ നൽകിയ എല്ലാ കൃപകളും ഓർത്ത് നന്ദി പറയാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം ആണ് ചിന്തയ്ക്കായിട്ട് നാളെ ദൈവം നമുക്ക് നൽകുക. യേശു ശിഷ്യന്മാരോട് പറയുന്ന ഉപദേശം ഇതാണ്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. ഒരു പുതിയ കൽപ്പന ഞാൻ നൽകുന്നു, സ്നേഹത്തിൻ്റെ കൽപ്പന. ഉള്ളു തൊട്ട് ഹൃദയം തൊട്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ലോകത്തിന് സാക്ഷികളാണ്. സാക്ഷികളാകേണ്ടത് സ്നേഹത്തിലൂടെയാണ്. സ്നേഹമാണെല്ലാം. ഞാൻ മാതൃക കാട്ടി തന്നിട്ടുണ്ട്. കാല് കഴുകി അപ്പം മുറിച്ച് നിങ്ങളെ സ്നേഹിച്ച് മാതൃക കാട്ടി തന്നിട്ടുണ്ട്. ഈ രാത്രിയിൽ ഈ കർത്താവിന് മുമ്പിലാകുമ്പോൾ വീണ്ടും ക്രിസ്തു നമ്മോട് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഈ ദിവസം മുഴുവൻ യാത്രയിൽ നീ ക്രിസ്തുവിന് സാക്ഷിയായോ? ചോദിക്കേണ്ട ചോദ്യം ഇത് തന്നെയാവണം. എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ ഇടപെടലുകൾ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിട്ട് മാറിയോ? ഞാൻ എൻ്റെ അപ്പനോട് സംസാരിച്ചപ്പോൾ, ഞാൻ എൻ്റെ അമ്മയോട് ഇടപഴകിയപ്പോൾ, ഞാൻ എൻ്റെ മരുമകളോട് സംസാരിച്ചപ്പോൾ, ഞാൻ എൻ്റെ അമ്മായപ്പനോട് സംസാരിച്ചപ്പോൾ, ഞാൻ എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ അയൽപക്കത്ത്, എൻ്റെ ഇടവക കൂട്ടായ്മയിൽ, എൻ്റെ ശരീരഭാഷ, എൻ്റെ വാക്ക് സ്നേഹത്തിൻ്റെതായിരുന്നു. എൻ്റെ ഇടപെടലുകൾ സ്നേഹത്തിൻ്റെതായിരുന്നു. തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞേക്കാം. ഈ നിമിഷം, ഈ രാത്രിയിൽ എല്ലാവരോടും മാപ്പ് ചോദിക്കാം. ക്രിസ്തുവേ, എന്നോട് ക്ഷമിക്കണമേ. നീ സ്നേഹമായതുപോലെ സ്നേഹിക്കാൻ മാത്രം എന്നെ പഠിപ്പിക്കണമേ, എന്നെ സഹായിക്കണമേ. ഞാനിന്ന് കണ്ടുമുട്ടിയ എല്ലാവരെയും നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ഈശോയെ. എൻ്റെ വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം ആശീർവദിക്കണമേ. ഇന്ന് കണ്ടുമുട്ടിയ എല്ലാവരെയും കൃപ കൊണ്ട് മൂടണമേ. എല്ലാവരും സ്നേഹം നിറയ്ക്കണമേ. ഈ രാത്രി അവസാനിക്കാറാകുമ്പോൾ എന്നെയും ഞാൻ കണ്ടുമുട്ടിയ എല്ലാവരെയും ആശീർവദിക്കണമേ. ഞാൻ പൂർണ്ണമായിട്ട് സ്നേഹത്തിൽ ഒന്നാകാൻ ആഗ്രഹിക്കുന്നു. നിന്നെ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും കർത്താവിന് പോയി മുട്ടുകൂട്ടാം. എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൽ എന്നെ മുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആശീർവാദം സ്വീകരിക്കുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല രാത്രി നേരുന്നു.
സ്നേഹം നിങ്ങളെ മൂടട്ടെ എന്നാണ് പ്രാർത്ഥന. തിരിച്ച് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സ്നേഹത്തിൽ എഴുന്നേൽക്കാൻ, ഈ സ്നേഹ ചൈതന്യത്തിൽ വീണ്ടും യാത്ര തുടരാൻ നിങ്ങളെ ദൈവം അനുവദിക്കട്ടെ. നമുക്കൊരുമിച്ച് ഉറങ്ങാൻ കിടക്കാം. ക്രിസ്തു നിങ്ങളെ സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.